ഒരുപക്ഷെ വളരെ സപ്പോർട്ട് ചെയ്ത് സാർ പറഞ്ഞ വേണു സാർ കണ്ടെത്തിയ ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അസാന്നിധ്യം മുന്നോട്ടുള്ള സിനിമ യാത്രയിലെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്, പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? സാർ പറഞ്ഞു 55 ആയി ഇനി പുതിയ ആൾക്കാർ വരണം എന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും ഒരു കലാകാരന് റെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതല്ല എഴുത്തുകാരനെ അത് തെറ്റിദ്ധാരണ നമ്മുടെ പുതിയ ചെറുപ്പക്കാർക്കുണ്ട്. എഴുത്തുകാർക്ക് ആക്ച്വലി ഒരു റിട്ടയർമെന്റ് ഇല്ല. ജീവിതത്തിന്റെ അനുഭവം കൊണ്ട് ഞങ്ങളുടെ അനുഭവം കൊണ്ട് ഇത് കൂടുതൽ ബെറ്റർ ആകുക ചെയ്യുന്നത്. തീർച്ചയായും ഒരു 30 വയസ്സുകാരൻ ഇപ്പൊ പല സിനിമകൾക്കും പറ്റിയ കുഴപ്പമാണ്. പല സിനിമകളും ഡയറക്ട് ചെയ്തവരും എഴുത്തുകാരും കല്യാണം കഴിച്ചിട്ടില്ല. അതുവരെ അവരുടെ കുടുംബജീവിതത്തെ കുറിച്ച് അറിയില്ല, അതിന്റെ മൂമെന്റ്സിനെ കുറിച്ച് അറിയത്തില്ല, അതിന്റെ വേദനകളെ കുറിച്ച് സന്തോഷങ്ങളെ കുറിച്ചും അറിയത്തില്ല. അതിന്റെ വിഹുലതകൾ പലതും അവരുടെ സിനിമകൾ കാണുന്നുണ്ട്. നമ്മൾ ജീവിതം ജീവിച്ച് തീർത്ത് ഇത്രയും ഓരോ കൊല്ലം കഴിയുന്നതോറും അനുഭവങ്ങൾ കൊണ്ട് നമ്മൾ മെച്ചുർ ചെയ്യുക. റൈറ്റേഴ്സ് പ്രായമാകുന്നതോറുമാണ് ബെറ്റർ സിനിമകൾ എഴുതാൻ കഴിയുന്നത്. എം ടി അതുകൊണ്ടാണ് ഈ ഒരു ഏജിലും അതിമനോഹരമായ തിരക്കുകൾ എഴുതി വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എഴുത്തുകാരന് ആക്ച്വലി റിട്ടയർമെന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ വേറെ ഒരുപാട് സിനിമകൾ മനസ്സിലുണ്ട്, എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വളരെ സീരിയസ് ആയിട്ട് സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്നുണ്ട്. അതിൻ്റെ എഴുത്തൊക്കെ നടക്കുന്നു. അതൊക്കെ നാച്ചുറലായിട്ട് സംഭവിക്കുമ്പോൾ സംഭവിക്കട്ടെ, ഇല്ലെങ്കിൽ ഇല്ല. തീർച്ചയായിട്ടും കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സാർ പറഞ്ഞ എഴുത്തുകാരൻ മാത്രമല്ല, കലാകാരനെ സംബന്ധിച്ചിടത്തോളം റിട്ടയർമെന്റ് ഇല്ല. നമ്മൾ ഏതിലെങ്കിലുമൊക്കെ ഇൻവോൾവ് ആയിരിക്കും, ക്രിയേറ്റീവായി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ റിട്ടയർമെന്റ് ഇല്ലാത്ത വളരെ സന്തോഷകരമായ ഒരു ജീവിതം, അത് കലാപരമായിട്ടാണെങ്കിലും ബിസിനസിന്റെ കാര്യത്തിലായാലും കുടുംബജീവിതം വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്നു. സാർ ഒരുപാട് നന്ദിയോടെ. താങ്ക് യു.